നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. കുവൈറ്റ് ദുരന്തം ഏറെ വേദനിപ്പിച്ചു. ഇത്തവണ പെരുന്നാളില്ലെന്നും സ്നേഹവീട് ഡയറക്ടർ ഖമറുന്നിസ അൻവർ. കുവൈറ്റ് ദുരന്തമുണ്ടായ ദിവസം ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നാടിൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി കാണുന്നുവെന്നും ഖമറുന്നിസ അൻവർ വെട്ടൻ ന്യൂസിനോട് പറഞ്ഞു. മയൂരി ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ എന്തോ ഒരു വലിയ സന്തോഷം തോന്നുന്നില്ല. എന്തൊക്കെയോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ദുരന്തങ്ങളും പല വിഷമങ്ങളും ആപത്തുകളൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോഴും ഇന്നത്തെ പോലെ സന്തോഷിക്കാൻ തോന്നുന്നില്ല. ഞങ്ങളൊന്നും മൈലാഞ്ചി ഇട്ടിട്ടില്ല. കാരണം എങ്ങനെ മൈലാഞ്ചി ചില രാത്രി ഇതാകുമ്പോഴാണ് മറ്റ് പല ഇതൊന്നും. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ കാര്യസ്ഥൻ്റെ മകൻ പെട്ടെന്ന് ഹജ്ജിന് പോയിരുന്നു മരിച്ചെന്ന് കേട്ടത്. അതൊക്കെ അങ്ങനെ ഓരോന്നോരോന്നും കേൾക്കുമ്പോഴേ വല്ലാതെ വിഷമം തോന്നുകയാണ്. എന്തായാലും ഞങ്ങളുടെ ബലിപെരുന്നാൾ ഞങ്ങൾക്ക് ഞാൻ നടത്തുന്ന സ്നേഹവീടിൻ്റെ ആൾക്കാർക്കൊക്കെ അതൊക്കെ അറിയിച്ചിട്ട് അവരെ ദുഃഖിപ്പിക്കാൻ തോന്നുന്നില്ല. അവർക്ക് വേണ്ടി ഞങ്ങൾ ഇതാ ബിരിയാണി സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നലെ മാഷും ഭാര്യയൊക്കെ വന്നിട്ട് അവർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. ഞങ്ങളിട്ടില്ലെങ്കിൽ അവരിടട്ടെ എന്ന് വെച്ചാൽ അവരൊക്കെ ആരുമില്ലാത്തവരല്ലേ. അവരെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കേണ്ടത് ഞങ്ങളുടെ കടമയും കൂടിയാണ്. അങ്ങനെ ആ ബാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ എല്ലാവർക്കും വേണ്ടി എൻ്റെ വീട്ടുകാർ എൻ്റെ ആങ്ങളമാരൊക്കെ കോഴിക്കോടൊക്കെ ഒരു ഗെറ്റ് ടുഗദറിനെ വിളിച്ചു. ഞാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ബലിപെരുന്നാളിന് ഇവിടെ തന്നെ ഞങ്ങൾ ഫുള്ളായിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ തന്നെ കഴിയാൻ ഉദ്ദേശിക്കുന്നു. ബലിപെരുന്നാളിനെ പറ്റി ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാം അറിയാം. ഇബ്രാഹിം നബീൻ്റെ ഒരു കാഴ്ചപ്പാട്, അതായത് സ്വന്തം മകനെ ബലിയിറക്കാൻ സ്വപ്നം കണ്ടു. അത് അത്തോളം പറഞ്ഞു തൻ്റെ അടുത്ത് പോയി. പക്ഷെ ആ സമയത്ത് ഒരു ആടിനെയാണ് അള്ളാഹു അവർക്ക് ഇറക്കി കൊടുത്തത്. അങ്ങനെ ആടിനെ അറുത്തിട്ടാണ് ബലി എല്ലാവർക്കും കൊടുത്തത്, ധർമ്മം കൊടുത്തത്. നമ്മൾ ബലി നടത്തുകയാണെങ്കിൽ അത് ധർമ്മം കൊടുക്കണം എന്നാണ്. അങ്ങനെ ആ ആടിനെ അനുസ്മരണത്തിൽ ഇവിടെ നമ്മൾ എന്താണ് നമുക്ക് കഴിയുന്ന പോലെ കോഴിയാണെങ്കിലും ആടാണെങ്കിലും പോത്താണെങ്കിലും അങ്ങനെ നമുക്ക് നമ്മുടെ ആൾക്കാരുടെ കഴിവിനനുസരിച്ച് ചെയ്യുന്നു. അത് ധർമ്മം കൊടുക്കുന്നു. അതിന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നു. പ്രത്യേകിച്ച് അത് പാവങ്ങൾക്ക് കൊടുക്കണം എന്നാണ് നമ്മുടെ മതം പറയുന്നത്. വലിയ പൈസക്കാർക്കും വലിയ ആൾക്കാർക്കും കൊടുക്കാനല്ല. ഇങ്ങനെ ബലിയർത്തിട്ട് ഇത് സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ നല്ലൊരു ദിവസമായിട്ട് കണക്കാക്കണം എന്നാണ് ഞങ്ങൾക്കുള്ള സൂചന. ഞങ്ങളതുപോലെ ചെയ്യുന്നു. പിന്നെ ബലിപെരുന്നാളിനെ പലരും പല വിധത്തിലും ഇന്ന് ആഘോഷിക്കുന്നത് എനിക്ക് എന്തോ നമ്മുടെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അമിതമായി എന്തോ അറിയില്ല രസിക്കുന്നു. സന്തോഷിക്കുന്നത് നല്ല തന്നെ, പക്ഷെ അമിതമായി പോകുന്നത് സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അച്ചടക്ക ലംഘനം ഒരിക്കലും പാടില്ല. എല്ലാവർക്കും ഓരോ ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് പറയാൻ. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഇന്ന് എല്ലാവർക്കും അറിയാം എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം ആ ലിമിറ്റ് കടന്ന് പോകരുത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഏട്ടൻ ടെലിവിഷൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.